സമയം വെളുപ്പാങ്കാലം 3 മണി. സാഗമിഹാര സിറ്റിയുടെ ഒത്ത നടുവിലായിട്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ കൈജു പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സിറ്റി മുഴുവൻ കൈജു അലേർട്ട് അലാമുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ട് ആർട്ടിലറി ഫോഴ്സായ JSDFൻ്റെ ഒരു റെജിമെൻറ്റ് തൊട്ടടുത്ത മാളിൽ തമ്പടിച്ചു കഴിഞ്ഞു. അവർ നാട്ടുകാരെ എല്ലാം കൂടി മിലിറ്ററി ബസ്സുകളിൽ കൂട്ടമായിട്ട് കൈജു ഷെൽട്ടറുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. ഈ സമയം ഡിഫൻസ് ഫോഴ്സിൻ്റെ ബേസ് ക്യാമ്പിൽ ക്യാപ്റ്റൻ ആഷിറോയും ടീമും തിരക്ക് പിടിച്ച പ്ലാനിങ്ങിലായിരുന്നു. അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം ഈ ഹോജു ഭൂമിക്കടിയിൽ നിന്ന് സിറ്റിയിലെത്തിയ ഒരു ഫംഗൽ ടൈപ്പ് കൈജുവാണ്. ഇതിപ്പോൾ റീപ്രൊഡക്ഷൻ സ്റ്റേജിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പുതിയ യോജൂസ് പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ അതെല്ലാം കൂടി ഒരു വലിയ ആർമി പോലെ സിറ്റിയുടെ അകത്തേക്ക് വരികയാണ്. ഇതൊക്കെ കേട്ട ക്യാപ്റ്റൻ ആഷിറോ സിറ്റിയുടെ നടുവിൽ നിന്നും മാറി ഒരു ബാറ്റിൽ ഏരിയ സെലക്ട് ചെയ്തു. അവൾ ആ ഹോജുവിനെ ബാറ്റിൽ ഏരിയയിലെ സെക്ടർ ബിയിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അതിൻ്റെ പരിസരങ്ങളിലായി ഡിഫൻസ് ഫോഴ്സ് ബറ്റാലിയൻസ് യോജു ആർമിയെ ഫൈറ്റ് ചെയ്യുമ്പോൾ ആഷിറോ അങ്ങ് ദൂരെ സെക്ടർ ഇയിൽ സ്നൈപ്പറുമായിട്ട് കാത്തു നിൽക്കും. ആ ഹോജ് സെക്ടർ ജിയിലെത്തിയാൽ ഉടനെ അവൾ അവിടെ നിന്നുകൊണ്ട് അതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഡിഫൻസ് ഫോഴ്സിനെ ബാറ്റിൽ ഏരിയയിലേക്ക് ഡിപ്ലോയ് ചെയ്യാൻ അവൾ ഓർഡർ കൊടുത്തു. അധികം വൈകാതെ ഡിഫൻസ് ഫോഴ്സിൻ്റെ 50ഓളം ട്രക്കുകൾ ബാറ്റിൽ ഏരിയയിലേക്ക് പാഞ്ഞു. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പുതിയ റിക്രൂട്ട്സ് എല്ലാവരും റെഡിയായിട്ടിരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് കൈജു ഹണ്ടിങ്ങിന് പോകുന്നതിൻ്റെ ടെൻഷനും എക്സൈറ്റ്മെൻറ്റും ഒക്കെ അവരുടെ മുഖത്തുണ്ട്. അപ്പോഴാണ് കീക്കറു കാഫ്കയെ ശ്രദ്ധിക്കുന്നത്. മറ്റുള്ളവരെക്കാൾ ശാന്തമായി ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുകയാണ് അവൻ. ഇത് കണ്ട അവൾക്ക് കാഫ്ക ഈ ഫൈറ്റിൽ കൊലമാസ് പെർഫോമൻസ് നടത്താൻ പോവുകയാണെന്ന് തോന്നി. പക്ഷേ അവൻ മിണ്ടാതിരുന്നത് മെഡിറ്റേറ്റ് ചെയ്യാനായിരുന്നില്ല. എന്തൊക്കെയോ വാരി വലിച്ച് തിന്നിട്ട് വാ തുറന്നാൽ ഇപ്പോൾ വാള് വയ്ക്കുമെന്ന അവസ്ഥയിലിരുന്ന് മുക്കുകയായിരുന്നു പാവം കാഫ്ക. ഈ സമയം സിറ്റിയിലുണ്ടായിരുന്ന JSDF മിലിറ്ററി ആ ബാറ്റിൽ ഫീൽഡിൽ നിന്നും ആളുകളെയെല്ലാം മാറ്റിക്കഴിഞ്ഞുവെന്ന് കൺട്രോൾ റൂമിലേക്ക് റിപ്പോർട്ട് ചെയ്തു. അവരുടെ മിലിറ്ററി റെജിമെൻറ്റിൻ്റെ കൂറ്റൻ മിസൈൽ ലോഞ്ചറുകൾ കൈജുവിൻ്റെ നേരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം വൈകാതെ ആ ബാറ്റിൽ ഏരിയ മുഴുവൻ ഡിഫൻസ് ഫോഴ്സ് ഓഫീസേഴ്സ് വളഞ്ഞു. അതിലെ അവസാനത്തെ സ്പോട്ടായ സെക്ടർ ഇയിലാണ് നമ്മുടെ ഹോഷിനയുടെ കീഴിലുള്ള റുക്കി പ്ലാറ്റൂൺ കന്നി അംഗത്തിന് റെഡിയായിട്ട് നിൽക്കുന്നത്. അവിടെ വെച്ചാണ് അവർ ആ ഹോജുവിനെ ശരിക്കും കണ്ടത്. മല പോലെയുള്ള അതിൻ്റെ സൈസ് കണ്ടതും എല്ലാവരും അമ്പരന്ന് പോയി. അപ്പോഴേക്കും നമ്മുടെ ഹോഷിന ഈ മിഷൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് പറഞ്ഞു കൊടുത്തു. ഈ ഹോജുവിനെ കൊല്ലുന്ന കാര്യമൊക്കെ ആഷിറോ വെടിപ്പായിട്ട് ചെയ്തോളും. പക്ഷേ നമ്മുടെ പ്രധാന പണി അതിൻ്റെ ദേഹത്തു നിന്നും ഉണ്ടായി വരുന്ന യോജുവിനെ എല്ലാം തീർക്കുക എന്നതാണ്. അതിലൊറ്റ ഒരെണ്ണം പോലും ഈ ബാറ്റിൽ ഫീൽഡിൻ്റെ പുറത്തേക്ക് പോകാൻ പാടില്ല. മെയിൻ ഫൈറ്റിംഗ് ഏരിയയിലൊക്കെ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയ ഓഫീസേഴ്സിൻ്റെ പ്ലറ്റൂണുകൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. നിങ്ങളെപ്പോലുള്ള റുക്കീസിന്, അതായത് കന്നിക്കാർക്ക് ഏറ്റവും പിന്നിലാണ് ഡ്യൂട്ടി. അതായത് നിങ്ങളാണ് ഈ സിറ്റിയുടെ അവസാനത്തെ ലൈൻ ഓഫ് ഡിഫൻസ്. നിങ്ങൾ ഇതുവരെ ആരായിരുന്നുവെന്നോ നിങ്ങളുടെ കോമ്പാറ്റ് പവർ എത്രയാണെന്നോ മറന്നേക്കൂ. ഇതാണ് ശരിക്കുള്ള യുദ്ധം. നിങ്ങളുടെ പെർഫോമൻസ് ഇവിടെയാണ് ശരിക്കും വിലയിരുത്തപ്പെടുന്നത്. സോ എല്ലാവരും അടിച്ചു കയറി വാ. ഹോഷിനയുടെ സ്പീച്ച് മൊത്തം കേട്ട റിക്രൂട്ടേഴ്സ് എല്ലാവരും ആവേശം കൊണ്ട് അലറി വിളിക്കാൻ തുടങ്ങി. നമ്മുടെ കാഫ്കയ്ക്കാണെങ്കിൽ ഇത് ലാസ്റ്റ് ചാൻസ് ആണെന്ന് നല്ല ബോധ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അല്പം ടെൻഷനുമുണ്ട്. പക്ഷേ ആഷിറോയുടെ കൂടെ ഫൈറ്റ് ചെയ്യാമല്ലോ എന്ന് ഓർത്തപ്പോൾ അവൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. പെട്ടെന്ന് സെക്ടർ ഇയിലേക്ക് യോജുവിൻ്റെ ഒരു ആർമി വരുന്നുണ്ടെന്ന് കൺട്രോൾ റൂമിൽ നിന്നും ഇൻഫർമേഷൻ കിട്ടി. ആക്ഷൻ തുടങ്ങാൻ സമയമായി എന്ന് റുക്കീസിന് മനസ്സിലായി. ഹോഷിന അറ്റാക്കിന് ഓർഡർ കൊടുത്തതും റുക്കീസ് കൂട്ടത്തോടെ താഴേക്ക് എടുത്തു ചാടി. അപ്പോഴും നമ്മുടെ കാഫ്ക ആവേശം കൊണ്ട് അലറി വിളിക്കുകയായിരുന്നു. പക്ഷേ ചാടാനുള്ള പേടി കാരണം ലവൻ ഭിത്തിയിൽ അള്ളിപ്പിടിച്ച് പേടിച്ച് വിറച്ചാണ് താഴേക്ക് ഇറങ്ങുന്നത്. ഈ സമയം കൊണ്ട് ക്യാപ്റ്റൻ ആഷിറോയുടെ ഹെലികോപ്റ്റർ സെക്ടർ ഇയിലെ സ്നൈപ്പർ പോയിന്റിൻ്റെ മുകളിലെത്തി. ആഷിറോ ലൊക്കേഷനിൽ എത്തിയെന്ന് മനസ്സിലാക്കിയ കോനോമി കൺട്രോൾ റൂമിൽ ഇരുന്നുകൊണ്ട് JSDF ഫോഴ്സിന് അറ്റാക്ക് ചെയ്യാൻ ഓർഡർ കൊടുത്തു. ഉടനെ JSDFൻ്റെ ആർട്ടിലറി യൂണിറ്റുകൾ മൊത്തം ഹോജുവിൻ്റെ നേരെ മിസൈലുകൾ ലോഞ്ച് ചെയ്തു. അത് ആ കൈജുവിൻ്റെ ദേഹത്തിടിച്ച് പൊട്ടിച്ചിതറി. ഇതേ സമയം ഹെലികോപ്റ്ററുകൾ വഴി മറ്റൊരു വശത്തു നിന്നും അവർ ഹോജുവിൻ്റെ നേരെ മിസൈലുകൾ വിട്ടു. ഒടുവിൽ അലറിക്കൊണ്ട് ആ ഹോജു നിന്ന സ്ഥലത്ത് നിന്നും പിന്നിലേക്ക് നടന്നു. ആഷിറോ പ്ലാൻ ചെയ്തത് പ്രകാരം കൈജുവിനെ സിറ്റിയുടെ നടുവിൽ നിന്നും ബാറ്റിൽ ഫീൽഡിലേക്ക് കൊണ്ടുവരാനാണ് മിലിറ്ററി ഇതൊക്കെ ചെയ്തത്. ഇപ്പോൾ ആ പ്ലാൻ വർക്കൗട്ടായി തുടങ്ങിയിരിക്കുന്നു. ആ കൈജു ആഷിറോയുടെ തോക്കിൻ്റെ മുന്നിലേക്ക് നടന്നു പോകുന്ന കാഴ്ച ദൂരെ നിന്നും വൈസ് ക്യാപ്റ്റൻ ഹോഷിനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. കന്നി അംഗത്തിന് തയ്യാറായി നിൽക്കുന്ന റുക്കീസിന് അവൻ ആശംസകൾ നേർന്നു. ഇതേ സമയം നമ്മുടെ കാഫ്കയും ഗാങ്ങും താഴെ യോജു ആർമിയെ അറ്റാക്ക് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. ഇപ്രാവശ്യം കാഫ്കയ്ക്ക് നല്ല ധൈര്യമുണ്ടായിരുന്നു. അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പവർ വരുന്നതായിട്ട് അവന് തോന്നി. അപ്പോൾ ഒരു യോജു അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നത് അവൻ കണ്ടു. ഉടനെ അവൻ അവൻ്റെ സ്യൂട്ടിൻ്റെ കോമ്പാറ്റ് പവർ അൺലീഷ് ചെയ്തു. ആ സ്യൂട്ട് പച്ച നിറത്തിൽ തിളങ്ങി. യോജുവിനെ ഒറ്റയടിക്ക് കൊല്ലാൻ വേണ്ടി അവൻ റെഡിയായി നിന്നു. പക്ഷേ ആ യോജു അവനെ ഒന്ന് ഞോണ്ടിയതും കാഫ്ക ഒരു പമ്പരം പോലെ കറങ്ങി ഒരു ചവറുകൂനയിലേക്ക് തെറിച്ചു വീണു. ഇത് കണ്ട കീക്കറു അവനോട് നിന്റെ 1% കോമ്പാറ്റ് പവറും കൊണ്ട് ഏതേലും കണ്ടം വഴി ഇറങ്ങി ഓടാൻ പറഞ്ഞു. അപ്പോൾ അടുത്തുണ്ടായിരുന്ന പ്ലറ്റൂണിലെ സീനിയർ ഓഫീസേഴ്സിൽ ചിലർ ഈ കഴിവില്ലാത്ത പിള്ളേരെയൊക്കെ ആരാടാ ഫൈറ്റിന് കൊണ്ടുവന്നതെന്ന് ചോദിച്ച് അവരെ കളിയാക്കി.
അവർ റുക്കീസിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ യോജുവിൻ്റെ വീക്ക് പോയിന്റ് ഏതാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവർ അതിനെ എത്ര വെടിവെച്ചിട്ടും അത് ചാകുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഒരു വെടിയേറ്റ് അവിടെ ഉണ്ടായിരുന്ന ഒരു യോജു പൊട്ടിച്ചിതറി. അതിനെ വെടിവെച്ചത് കീക്കറുമായിരുന്നു. ആ കാഴ്ച കണ്ട് സീനിയർ ഓഫീസേഴ്സ് എല്ലാവരും വായും പൊളന്ന് നിന്നപ്പോൾ കീക്കറു അവരെ നിർത്തി അങ്ങ് അപമാനിച്ചു. എന്നിട്ട് അവൾ കരിമ്പും കാട്ടിൽ ആന കയറിയതുപോലെ ആ ഏരിയയിലെ യോജുവിനെയൊക്കെ ഓടിച്ചിട്ട് വെടിവെച്ച് ചിതറിക്കാൻ തുടങ്ങി. അത് കണ്ട സീനിയേഴ്സിന് നേരത്തെ റുക്കീസിനെ കളിയാക്കിയത് അബദ്ധമായി പോയി എന്ന് മനസ്സിലായി. കീക്കറു ഷിനോമിയുടെ പവർ എന്താണെന്ന് അവർക്ക് ശരിക്കും മനസ്സിലായി. ഈ സമയം സെക്ടർ എഫിലെ 2 ഓഫീസേഴ്സ് യോജുവിനെ കൊല്ലാൻ പാടുപെടുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈഹറോ അങ്ങോട്ടേക്ക് ചാടി വന്ന് അതിനെ പിന്നിൽ നിന്നും ആക്രമിച്ചു. 3 പേരും ചേർന്ന് അതിനെ വെടിവെച്ച് ചിതറിച്ചു. ഈഹറുവിന് തൻ്റെ കഴിവിൽ അഭിമാനം തോന്നി. അപ്പോൾ തൊട്ടപ്പുറത്തായി നമ്മുടെ ഇച്ചിക്കാവ ഒരു യോജുവിനെ ഒറ്റയ്ക്ക് വെടിവെച്ച് പടമാക്കി. ഇത് കണ്ട ഈഹരു ഞെട്ടിപ്പോയി. നീ എങ്ങനെയാടാ അതിനെ ഒറ്റയ്ക്ക് കൊന്നതെന്ന് ഈഹറു ചോദിച്ചു. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇച്ചിക്കാവ എല്ലാവരെയും പോലെ ബേസ്റ്റ് ബുള്ളറ്റ് ഉപയോഗിക്കുന്നതിന് പകരം തണുത്ത ഫ്രോസ്റ്റ് ബുള്ളറ്റാണ് ഉപയോഗിക്കുന്നത്. അതുവഴി കൈജുവിനെ സ്ലോ ആക്കാനും ഡാമേജ് കൂട്ടാനും പറ്റും. ഇത് കേട്ട ഈഹറുവിന് ഇച്ചിക്കാവയുടെ സ്കില്ലിൽ നല്ല മതിപ്പ് തോന്നി. അങ്ങനെ അവർ 2 പേരും ഒരുമിച്ച് കൈജു വേട്ടക്കിറങ്ങി. ഇതേസമയം സെക്ടർ ജെയിൽ നമ്മുടെ ആവോയി ഒരു വലിയ യോജുവിനെ വെടിവെച്ച് കൊന്നു. തൊട്ടപ്പുറത്ത് നിന്നുകൊണ്ട് നമ്മുടെ ഹാരുയിച്ചിയും 3 ചെറിയ യോജുവിനെ പടമാക്കി വിട്ടു. അവർ 2 കൂടെ മത്സരിച്ച് കൈജുവിനെ കൊല്ലുന്നത് കണ്ട അവരുടെ പ്ലറ്റൂൺ ലീഡറായ നാക്കനോഷീമയുടെ കണ്ണ് തള്ളി. റുക്കീസ് ഇങ്ങനെ അഴിഞ്ഞാടുന്നത് ആദ്യമായിട്ടാണ് അവർ കാണുന്നത്. അപ്പോഴേക്കും സെക്ടർ ജെയിലെ എല്ലാ കൈജുവിനെയും അവർ കൊന്നു തീർത്ത് കഴിഞ്ഞിരുന്നു. മറ്റുള്ള സെക്ടറുകളിലും റുക്കീസ് എല്ലാം നല്ല കിടിലനായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് കോനോമി എല്ലാ ഇൻഫർമേഷനും റുക്കീസിന് കൊടുക്കുന്നുണ്ടായിരുന്നു. റുക്കീസിൻ്റെ കൂട്ടത്തിലുള്ള ഇച്ചിക്കാവയും ഈഹറവും പോലും കിൽ കൗണ്ടിൻ്റെ എണ്ണത്തിൽ വളരെ മുന്നിലാണെന്ന് കാഫ്കയ്ക്ക് മനസ്സിലായി. പക്ഷേ അവൻ്റെ ബാറ്റിൽ പവർ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കാഫ്ക ഒരിടത്ത് മാറി ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അവൻ ഒരു കാര്യം ഓർത്തത്. ഈ കൈജീവിൻ്റെ ഒന്നും വീക്ക് പോയിന്റ് ആർക്കും ഇതുവരെ അറിയില്ല. അത് കണ്ടുപിടിക്കാൻ കാഫ്ക തീരുമാനിച്ചു. ചത്ത് കിടന്നൊരു യോജുവിൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറിയിട്ട് അവൻ അതിൻ്റെ തല കത്തിക്കൊണ്ട് കുത്തിക്കീറി. എല്ലാത്തരം കൈജുവിനും ഒരു കോറുണ്ടാകും. അതിലാണ് അതിൻ്റെ ജീവൻ ഇരിക്കുന്നത്. ആ കോർ തലയിൽ കാണാതായപ്പോൾ അവൻ അതിൻ്റെ ബോഡി മൊത്തം തിരയാൻ തുടങ്ങി. ഒടുവിൽ അതിൻ്റെ കഴുത്തിൻ്റെ താഴെയായി അവൻ ആ കോർ കണ്ടെത്തി. അവിടെ ഷൂട്ട് ചെയ്താൽ ഈ യോജുവിനെ എല്ലാം പെട്ടെന്ന് തീർക്കാം. അപ്പോഴാണ് അവന് ഓരോ കൈജുവിൻ്റെയും പുറത്തുള്ള വെളുത്ത കുമിളകൾ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണെന്ന് മനസ്സിലായത്. ഉടനെ അത് നശിപ്പിച്ചില്ലെങ്കിൽ ഓരോ ശവത്തിൽ നിന്നും വീണ്ടും പുതിയൊരു കൈജു ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ കാര്യങ്ങളെല്ലാം കാഫ്ക നേരെ ഹോഷിനയെ വിളിച്ചു പറഞ്ഞു. ഹോഷിന നേരെ കോനോമിയെ ഇതെല്ലാം അറിയിച്ചു. കോനോമി ഫീൽഡിലെ എല്ലാ സോൾജേഴ്സിനും ഈ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്തു. ഈ ഇൻഫർമേഷൻ തന്നതിന് ഹോഷിന പിന്നീട് കാഫ്കയോട് നന്ദി പറഞ്ഞു. കാരണം ഈ യുദ്ധത്തിൻ്റെ തന്നെ തലവര മാറ്റാൻ പോകുന്നതായിരുന്നു അവൻ്റെ ഈ കണ്ടെത്തൽ. ഇതെല്ലാം കേട്ടപ്പോൾ കാഫ്കയ്ക്കും സന്തോഷമായി. ആഷിറയ്ക്കൊപ്പം എത്താൻ ഇനി അധിക ദൂരം ബാക്കിയില്ല എന്ന് അവന് തോന്നി. അപ്പോഴേക്കും നമ്മുടെ ഹോജു ആ ബാറ്റിൽ ഫീൽഡിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. കൺട്രോൾ റൂമിൽ നിന്നുള്ള ഓർഡർ പ്രകാരം ഹെലികോപ്റ്ററുകളെല്ലാം ഷൂട്ടിംഗ് നിർത്തി തിരിച്ചുപോയി. താഴെ നിന്ന് ഓഫീസേഴ്സ് എല്ലാവരും അതിൻ്റെ കാല് നോക്കി ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം വായും പിളർന്ന് നോക്കി നിൽക്കുന്ന കാഫ്കയോട് നമ്മുടെ ഹോഷിനെ പറഞ്ഞു, എടാ മോനെ, ശരിക്കുള്ള ആക്ഷൻ വരാൻ പോകുന്നേ ഉള്ളൂ. പിക്ചർ അഭി ഭി ബാക്കി ഹേ. ഈ സമയം നമ്മുടെ ആഷിറോ അങ്ങ് ദൂരെ തൻ്റെ റോക്കറ്റ് ലോഞ്ചറൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവൾ കൈജുവിനെ ടാർഗറ്റാക്കി ഗണ്ണ് ലോഡ് ചെയ്തു. അപ്പോൾ കൺട്രോൾ റൂമിൽ നിന്നും ഫയറിങ്ങിന് ഓർഡർ കിട്ടി. അപ്പോൾ ആഷിറോ താഴെ കാഫ്ക നിൽക്കുന്നത് കണ്ടു. അവൻ നോക്കി നിൽക്കെ അവൾ തൻ്റെ കോമ്പാറ്റ് പവർ അൺലീഷ് ചെയ്തു. അവളുടെ കോമ്പാറ്റ് പവർ 96% ആണ്. അവൾ നിന്നിടം മൊത്തം കുലുങ്ങി. കാലുറപ്പിച്ച സ്ഥലം കുഴിഞ്ഞ് താണു. അവിടം മൊത്തം പച്ച നിറത്തിൽ മിന്നൽ പോലെ സ്പാർക്ക് വരാൻ തുടങ്ങി. അവൾ ആ ട്രിഗർ അമർത്തിയതും പച്ച നിറത്തിലുള്ള ഉൽക്ക പോലെ ആ മിസൈൽ കൈജുവിൻ്റെ നേരെ പാഞ്ഞു. മിസൈൽ കൈജുവിൻ്റെ മുന്നിൽ കൂടെ തുളഞ്ഞു കയറിയിട്ട് പുറകിലൂടെ പുറത്തേക്ക് വന്നു. അതിൻ്റെ നടുവിൽ വലിയൊരു ഹോളുണ്ടായി. ഇത് കണ്ട കാഫ്ക അന്തം വിട്ട് നിന്നപ്പോഴേക്കും നമ്മുടെ ആഷിറോ അടുത്ത റൗണ്ട് ലോഡ് ചെയ്ത് കൈജുവിനെ വീണ്ടും ഷൂട്ട് ചെയ്തു. ആ മിസൈൽ കൈജുവിൻ്റെ തലമണ്ട ആവിയാക്കി. അങ്ങനെ ആ കൂറ്റൻ കൈജു ചത്ത് നിലത്ത് വീണു. പക്ഷേ ആഷിറോ അപ്പോഴും നിർത്തിയില്ല. അവൾ വീണ്ടും വീണ്ടും അതിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. കൺട്രോൾ റൂമിൽ നിന്നും കോനോമി അവളെ വിളിച്ചിട്ട് കൈജു ചത്തുവെന്നറിയിച്ചിട്ടും ആഷിറോ നിർത്തിയില്ല. ഒടുവിൽ ആ കൈജുവിൻ്റെ ശവം ഇറച്ചി അരച്ചിട്ടേക്കും പോലെ അവിടെ കിടന്നു. ഇതൊക്കെ കണ്ട കാഫ്ക കണ്ണും തള്ളി നിന്നപ്പോൾ ഹോഷിനെ അങ്ങോട്ടേക്ക് വന്നു. ഈ ക്യാപ്റ്റൻ്റെ കൂടെ നിൽക്കാനുള്ള പവർ നിനക്കുണ്ടോ എന്ന് ചോദിച്ച് അവൻ കാഫ്കയെ കളിയാക്കി. അതൊക്കെ പോട്ടെ, താൻ വൈസ് ക്യാപ്റ്റൻ അല്ലേ? തനിക്ക് ഇതുപോലെ ഒരു ഹോജുവിനെ ഒറ്റയ്ക്ക് കൊല്ലാനുള്ള പവർ ഉണ്ടോ എന്ന് കാഫ്ക ഹോഷിനയോട് ചോദിച്ചു. ഇതൊന്നും എന്നെക്കൊണ്ട് താങ്ങില്ല എന്ന് ഹോഷിന അവനോട് തുറന്നു പറഞ്ഞു. പെട്ടെന്ന് ഹോഷിനയുടെ പിന്നിൽ ഒരു കൈജു ചാടി വന്നു. അതവനെ തിന്നാൻ നോക്കിയപ്പോൾ കാഫ്ക പേടിച്ചുപോയി. പക്ഷെ അപ്പോഴും ഹോഷിന കൂളായിരുന്നു.
അവൻ പുറകിലെ വാളിൽ തൊട്ടതും യോജു വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ പീസ് പീസായിട്ട് ചിതറി വീണു. ഇത് കണ്ട് കണ്ണു തള്ളി നിന്ന കാഫ്കയോട് അവൻ പറഞ്ഞു, എടാ മോനെ, വലിയ യോജുവിനെ കൊല്ലാനുള്ള പവർ ആഷിറോയ്ക്ക് കൂടുതലാണെങ്കിലും ഇമാതിരി യോജുവിനെയൊക്കെ കൊല്ലാൻ ഞാനാണ് ബെസ്റ്റ്. അക്കാര്യത്തിൽ എന്നോട് മുട്ടി നിൽക്കാൻ ഈ ഫോഴ്സിൽ വേറെ ആർക്കും പറ്റില്ല. വൈസ് ക്യാപ്റ്റന് കൊല മാസാണെന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ പാവം കാഫ്കയുടെ കിളി പോയി. അപ്പോഴാണ് അവൻ്റെ വാൾ കാഫ്ക ശ്രദ്ധിച്ചത്. ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും വേണ്ടി മാത്രം പവർഫുള്ളായിട്ടുള്ള വെപ്പൺസ് കൈജു ടെക് ഉണ്ടാക്കാറുണ്ട്. അത്തരത്തിലൊന്നാണ് ആ വാൾ. എന്തായാലും ഫൈറ്റ് അവസാനിച്ചു എന്ന് കരുതി കാഫ്ക ഒന്ന് ആശ്വസിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ ഇതെല്ലാം വെറും തുടക്കം മാത്രമായിരുന്നു. ആഷിറോ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ഹോജുവിൻ്റെ ശരീരത്തിൽ നിന്നും ആയിരക്കണക്കിന് പുതിയ യോജുക്കൾ പൊങ്ങി വരാൻ തുടങ്ങി. നമ്മുടെ ബാഹുബലിയിലെ കാലകേയൻ്റെ ആർമി പോലെ എല്ലാ യോജുവും കൂടി പടയിളകി സിറ്റിയിലേക്ക് കുതിച്ചു വരികയാണ്. ഇത് കണ്ട ഹോഷിന എല്ലാ റുക്കീസിനോടും യഥാർത്ഥ ബാറ്റിലിന് റെഡിയാകാൻ പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും റുക്കി ബറ്റാലിയനിലെ പോരാളികളെല്ലാം തളർന്നു കഴിഞ്ഞിരുന്നു. ചിലർക്കൊക്കെ പരിക്കും പറ്റിയിട്ടുണ്ട്. അവരുടെ സ്യൂട്ടിൻ്റെ കോമ്പാറ്റ് പവറൊക്കെ കുറഞ്ഞുവെന്ന് കോനോമി റിപ്പോർട്ട് ചെയ്തു. അത് കേട്ട സീനിയർ ഓഫീസർമാർ ഹാപ്പിയായി. ശരിക്കുള്ള ഫൈറ്റ് ഞങ്ങൾ കാണിച്ചു തരാമടാ പിള്ളേരെ എന്ന് പറഞ്ഞ് അവർ ഫൈറ്റിന് റെഡിയായി. അപ്പോഴും നമ്മുടെ ആവോയിയും ഹാരുയിച്ചിയും ആ ആർമിയുടെ വലിപ്പം നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് പ്ലട്ടൂൺ ലീഡർ നാക്കനോഷിമ അവരുടെ തോളിൽ കൈവച്ചു. നിങ്ങൾ ക്ഷീണിച്ചെങ്കിൽ ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാൻ അവൾ അവരോട് പറഞ്ഞു. അവളുടെ മട്ടും ഭാവവും ഒക്കെ കണ്ട് അവൾ ആളത്ര വെടിപ്പല്ല എന്ന് മനസ്സിലാക്കിയ അവർ രണ്ടുപേരും ഇതിലും ഭേദം കൈജു ആണെന്ന് പറഞ്ഞുകൊണ്ട് ബാറ്റിൽ ഫീൽഡിലേക്ക് ഓടി. റുക്കീസ് എല്ലാം ഏകദേശം ടയേർഡായെങ്കിലും അവരുടെ ഇതുവരെ ഉണ്ടായിരുന്ന പെർഫോമൻസ് മുൻ ബാച്ചുകളേക്കാൾ ഒരുപാട് ബെറ്ററാണ്. അതിൽ തന്നെ കീക്കറു ഷിനോമിയ ഭാവിയിൽ ക്യാപ്റ്റൻ ലെവലിൽ വരെ എത്തിയേക്കാവുന്ന ലെവലിലാണ് ഇപ്പോൾ തന്നെ പോരാടുന്നത്. ആവോയും ഹാരുവീച്ചിയും പ്രതീക്ഷിച്ച പോലെ തന്നെ കിടിലൻ ഫൈറ്റേഴ്സാണ്. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത ലെവലിൽ കിടിലനായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് ഇച്ചികാവയാണ്. അവൻ്റെ കൂടെ നടക്കുന്ന ഈഹറു 5 കൊല്ലം സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഫോഴ്സിൽ കയറിയത്. എന്നിട്ടും ഒരു ട്രെയിനിങ്ങും ചെയ്യാത്ത ഇച്ചിക്കാവയുടെ ഒപ്പമെത്താൻ അവന് പറ്റുന്നില്ല. അതിൻ്റെ ചെറിയൊരു അസൂയ ഈഹറുവിൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ അധികം വൈകാതെ അവർ ആ ഏരിയയിലെ കൈജുവിനെയൊക്കെ കൊന്നു തീർത്തു. എന്നിട്ട് രണ്ടുപേരും കൂടി അടുത്ത ഏരിയയിലേക്ക് ഓടി. അങ്ങനെ ഓടുന്നതിനിടയിൽ പെട്ടെന്ന് റോഡിന് നടുവിലായി ഒരാൾ ഇരിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. അയാൾ കൈജുവിൻ്റെ ശവത്തിൻ്റെ അടുത്ത് നിന്നിട്ട് പിച്ചും പേയും പറയുകയാണ്. അങ്ങേര് മോൺസ്റ്റർ സ്വീപ്പർ കമ്പനിയുടെ യൂണിഫോമാണ് ഇട്ടിരിക്കുന്നത്. അത് കണ്ട ഈഹറു പറഞ്ഞു, എടാ വിവരം കെട്ടവനെ, തനിക്ക് കൈജുവിൻ്റെ ബോഡി ക്ലിയർ ചെയ്യാൻ ആവശ്യം പോലെ സമയം ഞങ്ങൾ പിന്നീട് തരാം. തൽക്കാലം ഈ ബാറ്റിൽ ഫീൽഡിൽ നിന്ന് പുറത്തു പോകും. പക്ഷേ അവൻ്റെ മുന്നിൽ ഇരിക്കുന്നത് ഒരു മനുഷ്യനായിരുന്നില്ല. അന്ന് ട്രെയിനിങ് ഫീൽഡിൽ വന്ന് കീക്കറുവിനെ കൊല്ലാൻ നോക്കിയ കൈജു ആണത്. ദ കൈജു നമ്പർ 9.